എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിലുള്ള വ്യത്യാസമാണ്. ആദ്യമായി ദേശീയ ഗാനം. നമ്മുടെ ദേശീയ ഗാനം എന്നറിയപ്പെടുന്നത് ജനഗണമനയാണ്. അതായത് നമ്മുടെ നാഷണൽ ആന്തം. ദേശീയ ഗാനം അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24 ദേശീയ ഗാനം അംഗീകരിച്ചത്. ദേശീയ ഗാനം രചിച്ചത് ടാഗോറാണ്. ദേശീയഗാനം രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനം രചിച്ച ഭാഷ ബംഗാൾ ഭാഷയാണ്. ബംഗാൾ ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചത് ടാഗോറാണ്. അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് രാംസിംഗ് താക്കൂർ. കൂടാതെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. 52 സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന ടൈം. ഏറ്റവും കുറഞ്ഞ ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന ടൈം 52 സെക്കൻഡും ഏറ്റവും കുറഞ്ഞ ടൈം 20 സെക്കൻഡുമാണ്. ദേശീയ ഗാനത്തിൻ്റെ രാഗം ശങ്കരാഭരണമാണ് ദേശീയ ഗാനത്തിൻ്റെ രാഗം. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് 1911 INC സമ്മേളനത്തിലാണ്. 1911 INC സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത്. കൊൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിൽ. അപ്പോൾ 1911 കൊൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത്. ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ BN ദർ ആയിരുന്നു ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. 1911 കൊൽക്കത്തയിൽ നടന്ന INC സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത്. ആ സമയത്തെ അധ്യക്ഷൻ BN ദർ. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ്. ദേശീയ ഗാനം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതിൻ്റെ പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഓക്കെ. ജനഗണമന എടുത്തത് ഭാരത ഭാഗ്യവിധാത പോയത്തിൽ നിന്നാണ് ജനഗണമന എടുത്തിരിക്കുന്നത്. ദേശീയഗാനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1912 തത്വബോധിനി പത്രത്തിലാണ്. 1912 തത്വബോധിനി പത്രത്തിലാണ്. ഓക്കെ. അപ്പോൾ ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത INC സമ്മേളനത്തിലാണ്. ആ സമയത്ത് അധ്യക്ഷൻ BN ദർ ആയിരുന്നു. ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ്. ദേശീയ ഗാനത്തിലെ ജയ ജയ എന്നുള്ളത് 10 തവണയാണ് ആവർത്തിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം എഴുതിയതും ആരാണ്? ടാഗോറാണ്. ശ്രീലങ്കയുടെ ദേശീയഗാനം എഴുതിയത് ആനന്ദ സമരകോണാണ്. അദ്ദേഹം ടാഗോറിനെ ഇൻസ്പയർ ആയിട്ടാണ് ദേശീയഗാനം രചിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ: ആൻഡമെറ്റോളജി, അതായത് ദേശീയഗാനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആന്തമെറ്റോളജി. മറ്റൊന്ന് വെക്സിലോളജി, അത് പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. ദേശീയഗാനത്തെക്കുറിച്ചുള്ള പഠനം ആന്തമെറ്റോളജി. അപ്പോൾ ഇത്രയുമാണ് ദേശീയഗാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് ദേശീയ ഗീതം. നമ്മുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്നത് വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ദേശീയ ഗാനവും ദേശീയ ഗീതവും പലപ്പോഴും മാറിപ്പോകാറുണ്ട്. ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതം അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനം അംഗീകരിച്ച അതേ വർഷവും തീയതിയുമാണ് 1950 ജനുവരി 24. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്. ദേശീയ ഗാനം രചിച്ചത് ടാഗോറാണ്. ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാൾ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ദേശീയ ഗാനവും ദേശീയ ഗീതവും ബംഗാൾ ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാരി.
ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് റാം സിംഗ് താക്കൂർ. ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജാദുനാഥ് ഭട്ടാചാരി. ദേശീയ ഗീതം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. 65 സെക്കൻഡാണ് ദേശീയ ഗീതം ആലപിക്കാൻ എടുക്കുന്ന സമയം. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്നത് 52 സെക്കൻഡാണ്. ഏറ്റവും കുറഞ്ഞ സമയം 20 സെക്കൻഡ്. ദേശീയ ഗീതത്തിൻ്റെ രാഗം ദേശരാഗം. ദേശീയ ഗീതത്തിൻ്റെ രാഗം ദേശരാഗം. ദേശീയ ഗാനത്തിൻ്റെ രാഗം ശങ്കരാഭരണം. ആദ്യമായി ആലപിച്ചത് 1896 കൊൽക്കത്ത INC സമ്മേളനത്തിലാണ്. 1896 കൊൽക്കത്ത INC സമ്മേളനത്തിലാണ് ആദ്യമായി ദേശീയ ഗീതം ആലപിച്ചത്. ആ സമയത്തെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി ആയിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ. സെക്കൻഡ് ആലപിച്ചത് 1901 കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു. ആദ്യം ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ആ സമയത്തെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. രണ്ടാമത് ആലപിച്ചത് 1901 കൊൽക്കത്ത സമ്മേളനം തന്നെയാണ്. അധ്യക്ഷൻ ദിൻഷാ ഇ വാച്ചെ. രണ്ടാമത് ആലപിക്കുമ്പോഴുണ്ടായിരുന്ന അധ്യക്ഷൻ ദിൻഷാ ഇ വാച്ചെ ആയിരുന്നു. കൂടാതെ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനമാണ്. 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തു. ആ സമയത്തായിരുന്നു രണ്ടാമത് ദേശീയ ഗീതം ആലപിച്ചിരുന്നത് അധ്യക്ഷൻ ദിൻഷാ ഇ വാച്ചെ. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് ടാഗോറാണ്. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് ടാഗോറാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് സരളാദേവിയാണ്. ദേശീയ ഗീതത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അരവിന്ദ് ഘോഷാണ്. അരവിന്ദ് ഘോഷാണ് ദേശീയ ഗീതത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മദർ ഐ ബോട്ട് ടു മീ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മദർ ഐ ബോട്ട് ടു മീ എന്നാണ് അറിയപ്പെടുന്നത്. ആനന്ദമഠം സന്യാസി കലാപം എന്ന ഭാഗത്ത് നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. ആനന്ദമഠം സന്യാസി കലാപം എന്ന ഭാഗത്ത് നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞു വെക്കേണ്ടതാണ് സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. സോ ഇതൊക്കെയാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.